നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാഹോദര്യത്തിന്റെയും കരുതലിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശവുമായി ഇസ്ലാം മത വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ യുവമുഖം PN വൈശാഖിനെയാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. പിന്നാക്ക സമുദായ വിരുദ്ധമായ പ്രവർത്തിച്ച പിണറായി സർക്കാരിന്റെ ദുർബല നയത്തിനെതിരെയായി UDF വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥിയായ രാജൻ ജെ പല്ലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വലക്കാവ് മണലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച മേൽക്കാവിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സാഹോദര്യത്തിന്റെയും കരുതലിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശവുമായി ഇസ്ലാം മത വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. ഒരു മാസം നീണ്ട ഉപവാസത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും പുണ്യനാളുകൾക്ക് അന്ത്യം കുറിച്ച് ചെറിയ പെരുന്നാൾ നാടെങ്ങും ആഘോഷിച്ചു. കേവലം ആഹ്ലാദത്തിനപ്പുറം സഹജീവി സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും വലിയൊരു സന്ദേശമാണ് ഈ ദിനം ലോകത്തിന് കാഴ്ചവെക്കുന്നത്. വ്രതശുദ്ധിയോടെ നേടിയെടുത്ത ആത്മീയ കരുത്ത് ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്ന പ്രഖ്യാപനം കൂടി ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. തനിക്കും കുടുംബത്തിലെ ആശ്രിതർക്കും വേണ്ടി മുഖ്യാഹാരം തന്നെ ദാനം ചെയ്യണം, അന്നമില്ലാത്തവൻ ഉണ്ടാകരുത് എന്ന കാഴ്ചപ്പാടിനെ ഇത് ബലമേകും എന്നതിനേക്കാൾ വലിയത് അള്ളാഹുവാണെന്ന് മന്ത്രങ്ങൾ ഉരുവിട്ട് പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒന്നിച്ചുകൂടി നന്മ നിറഞ്ഞ സമാധാനപൂർണമായ ഒരു ലോകത്തിനു വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാണ് പിരിഞ്ഞു പോകുന്നത്. ജാതിമത ഭേദമന്യേ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിലൂടെ പെരുന്നാൾ ഒരു വലിയ സാമൂഹ്യ ഒത്തുചേരലായി മാറുന്നു. ആഘോഷം വീടുകളിൽ മാത്രമാക്കാതെ രോഗികളെ സന്ദർശിക്കുക, പ്രായമായവരുടെ ക്ഷേമം അന്വേഷിക്കുക, അകന്ന കുടുംബ ബന്ധങ്ങൾ ചേർത്ത് പിടിക്കുക എന്നിവ പെരുന്നാൾ ദിനത്തിലെ പുണ്യകർമ്മങ്ങളാണ് എന്ന് ഓരോ വിശ്വാസിയും കരുതണം. വിദ്വേഷത്തിന്റെ മതിൽക്കെട്ടുകൾ തകർത്ത് സൗഹാർദ്ദത്തിന്റെ പാലങ്ങൾ പണിയുവാൻ പെരുന്നാൾ ഓരോ വിശ്വാസിയെയും പഠിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചെറിയ പെരുന്നാളിനെ എല്ലാ ഇസ്ലാം മത വിശ്വാസികൾക്കും CTV ന്യൂസ് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഒരു മാസക്കാലത്തെ വ്രതവും പ്രാർത്ഥനകളും നിറഞ്ഞ കാലയളവിന് ശേഷം നമ്മൾ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പെരുന്നാളിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ഈ ഒരു മാസക്കാലം നാം നേടിയെടുത്ത ആത്മീയ ശുദ്ധി തുടർന്നും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പാവങ്ങളെയും പാവങ്ങളുടെ പട്ടിണിയെയും തിരിച്ചറിയുന്നതാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പുകാലം. നോമ്പ് കഴിഞ്ഞ് സന്തോഷത്തിൻ്റെയും പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോഴും നമ്മൾ ഫിത്ർ സക്കാത്ത്, പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണത്തിനുള്ള അരി ദാനം ചെയ്തുകൊണ്ട് ഓരോരുത്തരും അന്നത്തെ പെരുന്നാൾ ദിവസത്തെ അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള ആവശ്യങ്ങൾ കഴിച്ച് മിച്ചമുള്ളവരെല്ലാം പെരുന്നാൾ ദിവസത്തിൽ തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിവസത്തിലെ ചെലവിനുള്ളത് കഴിച്ച് ബാക്കി മിച്ചമുള്ളവരെല്ലാം ഫിത്ർ സക്കാത്ത് അഥവാ നമ്മുടെ നാട്ടിൽ സാധാരണയായി നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായ അരി ഓരോരുത്തരും വിതരണം ചെയ്ത് അഥവാ പാവങ്ങളെയും പട്ടിണിയുള്ളവരെയും സാധാരണക്കാരെയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഫിത്ർ പരിശുദ്ധമായ നോമ്പിന് ശേഷം നമ്മളിലേക്ക് കടന്നു വരുന്ന സന്തോഷത്തിൻ്റെ പെരുന്നാളിനെയും നമ്മൾ വരവേൽക്കുന്നത്. ഈ ഒരു നോമ്പ് കാലത്തിലും നമ്മിലേക്ക് വരുന്ന പെരുന്നാളിനെയും അതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തി അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.
സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ പെരുന്നാൾ സുദിനത്തിൽ മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്തിൻ്റെയും CTVയുടെയും 1000 പെരുന്നാൾ ആശംസകൾ. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ യുവമുഖം PN വൈശാഖിനെയാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. വടക്കാഞ്ചേരിയിലെ പരമ്പരാഗത കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് വൈശാഖ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. സിവിൽ എഞ്ചിനീയറായ PN വൈശാഖ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് പ്രവേശിക്കുന്നത്. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറായി തുടർച്ചയായി 2ാം വട്ടം തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമാണ്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഫണ്ടിലൂടെയാണ് വൈശാഖ് ദേശീയ നേതൃത്വത്തിലേക്ക് ഉയർന്നത്. തമിഴ്നാട്, പുതുച്ചേരി, ലക്ഷദ്വീപ് യൂത്ത് കോൺഗ്രസ് ചുമതലയിൽ തിളക്കമാർന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. KSU അസംബ്ലി ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റി അംഗം, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി അസംബ്ലി വൈസ് പ്രസിഡന്റ്, ആലത്തൂർ പാർലമെന്റ് ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. CPMന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് വടക്കാഞ്ചേരി നഗരസഭയിലൂടെ പാർലമെന്റ് രംഗത്തേക്ക് കടന്നുവരുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച PV നാരായണസ്വാമിയുടെയും ബാലയുടെയും മകനാണ്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് പൂരത്തിന്റെ സംഘാടകനായും വടക്കാഞ്ചേരിയുടെ പൊതു സാംസ്കാരിക പരിപാടികളുടെ മുൻനിരയിലും വ്യാപാരി വ്യവസായ ഏകോപന സമിതി എക്സിക്യൂട്ടീവ് അംഗമായും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാരവാഹിയായും പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. പൊതുപ്രവർത്തനത്തിനൊപ്പം കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നു. അമ്മ ബാല, ഭാര്യ സന്ധ്യ, മക്കൾ ആദിദേവ്, വാസുദേവ്, സഹോദരൻ PN വിഘ്നേഷ്. പിന്നോക്ക സമുദായ വിരുദ്ധമായി പ്രവർത്തിച്ച പിണറായി സർക്കാരിന്റെ ദുർബല നയത്തിനെതിരെയായി UDF വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥിയായ രാജൻ J. പല്ലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK രമേശ് അധ്യക്ഷം വഹിച്ചു. ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി AV സജീവ്, ജിതേഷ് ബൽറാം, സതീഷ് വിമലൻ, KK ഷാജ്കുമാരൻ, വിനീഷ് തയ്യിൽ, ശശി പോട്ടയിൽ, മോഹൻ നാടോടി, ലീല രാമകൃഷ്ണൻ, സുരേഷ് K. കരുൺ, സന്ദീപ് സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. വലക്കാവ് മണലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച മേൽക്കാവിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി മാർച്ച് 24 ചൊവ്വാഴ്ച ക്ഷേത്രം തന്ത്രി വടക്കേ പെരുമ്പടവ് കേശവൻ നമ്പൂതിരിയുടെയും മകൻ ഹരി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വിജീഷ് TG, സെക്രട്ടറി KR ഹരികൃഷ്ണൻ, ട്രഷറർ ശശി അയ്യന്തോക്കാരൻ തുടങ്ങിയവർ മുഖ്യ നേതൃത്വം നൽകി. സൗഹൃദത്തിന്റെ നോമ്പുതുറയുമായി രാജൻ J. പല്ലൻ. ചെട്ടിയങ്ങാടി ഹനഫി പള്ളിയിൽ ആവേശകരമായ സ്വീകരണം, മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പകർന്ന് തൃശൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ J. പല്ലൻ ചെട്ടിയങ്ങാടി ഹൻഫി പള്ളിയിൽ നടന്ന നോമ്പുതുറയിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടെ പള്ളിയിലെത്തിയ സ്ഥാനാർത്ഥിയെ മഹൽ ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് ഊഷ്മളമായി സ്വീകരിച്ചു. വിശ്വാസികളോടൊപ്പം നോമ്പുതുറയിൽ പങ്കുചേർന്ന അദ്ദേഹം എല്ലാവർക്കും റംസാൻ ആശംസകൾ നേർന്നു. നമ്മുടെ തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകം ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളിലൂടെയാണ് നിലനിൽക്കുന്നതെന്നും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു നാടിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. പള്ളി ഭാരവാഹികളുമായും ജനങ്ങളുമായും അദ്ദേഹം മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. UDF നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. മണ്ഡലത്തിലുടനീളം മതസൗഹാർദ്ദ പരിപാടികളിലും സാംസ്കാരിക കൂട്ടായ്മകളിലും സജീവ സാന്നിധ്യമായി രാജൻ J. പല്ലൻ തന്റെ പ്രചാരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വടക്കാഞ്ചേരിക്ക് ഇനി താമരക്കാലം. ജനഹൃദയങ്ങൾ കീഴടക്കി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ ഇത്തവണ താമര വിരിയും. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ വിജയം സുനിശ്ചിതമെന്ന് NDA നേതൃത്വം. മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചൂടേറുന്നു. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ആദ്യഘട്ടം വിജയകരമായി മുന്നേറുന്നു. മണ്ഡലത്തിന് സുപരിചിതനായ യുവ നേതാവ് മത്സരരംഗത്തെത്തിയതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകരും. നിലവിൽ BJP സംസ്ഥാന സമിതി അംഗം കൂടിയാണ് ഉല്ലാസ്. കഴിഞ്ഞ ദിവസം തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥിയുമായി NDAയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി സെന്ററിൽ ആവേശം വിതറി നടന്ന റോഡ് ഷോയിൽ വർണ്ണ ബലൂണുകളും കൈയിലേന്തി നഗരത്തെ താമരക്കടലാക്കി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. നഗര ഗ്രാമവീഥികളിൽ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകളും
പോസ്റ്ററുകളും ചുവരെഴുത്തുകളുമെല്ലാം അതിവേഗം നിറയുകയാണ്. വലിയ വിജയ പ്രതീക്ഷയിലാണ് NDA നേതൃത്വം. വെള്ളിയാഴ്ച അടാട്ടുതോളൂർ, കൈപ്പറമ്പ്, കോലഴി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഉജ്ജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. രാവിലെ അടാട്ട് അയ്യപ്പൻകാവിൽ നിന്ന് ആരംഭിച്ച ഉല്ലാസ് ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുറനാട്ടുകര ശ്രീരാമകൃഷ്ണശ്രമം, അമല ഹോസ്പിറ്റൽ, അടാട്ട്, ചന്ത തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. വീട്ടമ്മമാർ, യുവതി യുവാക്കൾ, വ്യാപാരികൾ, തൊഴിലാളികൾ, വയോജനങ്ങൾ ഉൾപ്പെടെ നാടിന്റെയാകെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം തുടരുന്നത്. വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് NDA നേതാക്കളായ നിയോജക മണ്ഡലം ഇലക്ഷൻ കൺവീനർ ഗിരീഷ് കുമാർ കടവത്ത്, വിജീഷ് അടാട്ട്, വിനീഷ് കൈപ്പറമ്പ് തുടങ്ങി നിരവധി നേതാക്കൾ നേതൃത്വം നൽകി. വികസിത കേരളമാക്കിയെടുക്കാൻ ഇനി വരണം BJP. എല്ലാവർക്കും ഒപ്പം വികസനം, എല്ലാവർക്കും നീതി, അഴിമതിയില്ല ഭരണം, വികസിത ഭാരത നേട്ടം, മോദി വരുത്തിയ മാറ്റം, നാടിനു വേണ്ടി ഇനി വരണം BJP. ഇനി വരണം BJP. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ, വികസന വിപ്ലവം ആരംഭിക്കാൻ. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? മൂട്ടൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ.
യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ഊട്ടുതിരുനാളിനെ അനുഗ്രഹം തേടി സ്ഥാനാർത്ഥികളായ ഷാജി കോടങ്കണ്ടത്തും കെ രാജനും ബിജോയ് തോമസും വിലങ്ങന്നൂർ ലത്തീൻ ദേവാലയത്തിലെത്തി. വിലങ്ങന്നൂർ റോമൻ കത്തോലിക്ക ലത്തീൻ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന് 3 കക്ഷികളുടെയും സ്ഥാനാർത്ഥികളുമെത്തി. ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കെ രാജൻ, UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത്, NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് എന്നിവരാണ് ഊട്ടുതിരുനാളിന് എത്തിയത്. വ്യാഴാഴ്ച രാത്രി 7:30 ശേഷം എത്തിയ മൂവരും പരസ്പരം സൗഹൃദം പങ്കിടുകയും ഭക്തജനങ്ങളോട് സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് പള്ളി വികാരിയെ സന്ദർശിച്ചു. 3 കക്ഷികളുടെയും സ്ഥാനാർത്ഥി നിർണയം ഔദ്യോഗികമായി വന്നതിനു ശേഷം ആദ്യമായാണ് മൂവരും ഒരുമിച്ച് കാണുന്നത് എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു. 3 സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷ പങ്കുവച്ചു. LDF വികസനം തുടരുമെന്ന് കെ രാജനും ഇത്തവണ ഒല്ലൂർ പിടിച്ചെടുക്കുമെന്ന് ആത്മവിശ്വാസം ഷാജി ജെ കോടങ്കണ്ടത്തും ആത്മവിശ്വാസം പങ്കുവച്ചപ്പോൾ ആദ്യമായി NDA സഖ്യം അത്ഭുതം കാണിക്കുമെന്ന് ബിജോയ് തോമസും പ്രതീക്ഷ പങ്കുവച്ചു. രോഗിയുമായി പോയിരുന്ന കാർ നിയന്ത്രണം വിട്ട് കാനയിലേക്ക് മറിഞ്ഞു. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിലെ കൊമ്പഴയിലാണ് അപകടമുണ്ടായത്. തൃശൂരിലെ ആശുപത്രിയിൽ കീമോ കഴിഞ്ഞ രോഗിയുമായി പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് സർവീസ് റോഡിനോട് ചേർന്ന പറമ്പിലെ കാനയിലേക്കാണ് തലകീഴായി മറിഞ്ഞത്. പാലക്കാട് സ്വദേശികളായ 2 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ രോഗിയായിരുന്ന ആൾക്ക് നേരിയ തോതിൽ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടില്ല. 2 പേരെയും ആംബുലൻസിൽ തൃശൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഹൈവേ റിക്കവറി വിംഗ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് കാർ പുറത്തെടുത്തു. വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനായി തൃശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് മുൻ വർഷങ്ങളിലെ പോലെ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശാസ്ത്ര തൽപരരായ വിദ്യാർത്ഥികൾക്കായി വിപുലമായ വേനൽ അവധിക്കാല ശാസ്ത്ര പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഗണിതം, ഇലക്ട്രോണിക്സ് എന്നീ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ലാബുകളിൽ പരിശീലനം നൽകുകയും അവർക്ക് സ്വന്തമായി പരീക്ഷണങ്ങൾ ചെയ്ത് പരിശീലിക്കുവാൻ അവസരം ഒരുക്കുന്നു. 5 വിഷയങ്ങൾക്ക് പുറമെ സ്വയം പ്രവർത്തിപ്പിച്ച് പഠിക്കുവാൻ സാധിക്കുന്ന 80 ശാസ്ത്ര പ്രദർശനങ്ങളും എന്നിവയും ഒരുക്കിയിരിക്കുന്നു. ക്യാമ്പുകളുടെ ഭാഗമായി പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുടെയും കലാപ്രതിഭയും ക്ലാസുകളും മറ്റും പരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ്. 3 ദിവസം നക്ഷത്ര നിരീക്ഷണവും ക്യാമ്പിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ്. ഇത് പൊതുജനങ്ങൾക്ക് സൗജന്യമാണ്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പിലേക്ക് പ്രവേശനം നൽകുന്നത്. കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് പരിശീലനം നൽകുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് 4000 രൂപയാണ് ഫീസ്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. രജിസ്ട്രേഷന് വേണ്ടിയും കൂടുതൽ വിവരങ്ങൾക്കും സ്പെഷ്യൽ ഓഫീസറെ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ 047723300800. ഫ്ലെക്സ് ബോർഡുകൾ തകർത്ത സംഭവം. തെറ്റായ പ്രചരണം നടത്തുന്നു. LDFന് പങ്കില്ല. ചെയ്തത് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ. പ്രതികരണവുമായി LDF നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥിയായ ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്ത സംഭവത്തിൽ LDFന് പങ്കില്ലെന്നും പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതാകാമെന്നും അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാർ ചെയ്തതാകാമെന്നും LDF നേതാക്കളായ മാത്യു നൈനാൻ, സനിൽ വാണിയമ്പാറ, മനു പുതിയമഠം തുടങ്ങിയവർ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളുടെ പ്രിയങ്കരനായ കെ രാജനെതിരെയും LDF പ്രവർത്തകർക്ക് നേരെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് അഴിച്ചുവിടുന്നതെന്നും ഈ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇത്തരമൊരു പത്രസമ്മേളനം വിളിച്ചു ചേർത്തത് എന്നും ഇവർ ചൂണ്ടിക്കാട്ടി. അങ്ങനെ വൈകി വന്ന സാഹചര്യത്തിൽ അവരുടെ പ്രചരണത്തിനു വേണ്ടി
ലോഡ് കണക്കിന് ബോർഡുകൾ വലിയ വണ്ടികളിൽ ഇങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വന്ന ബോർഡുകൾ അത് കേരളം അറിയുന്നവരോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ സാധാരണ മനുഷ്യരോ ഈ മണ്ഡലത്തിലെ വോട്ടർമാരോ അല്ല കൊണ്ടുവരുന്നതും അതിവിടെ വെക്കുന്നതും. ഈ സ്ഥലം അറിയാത്ത ഈ മറുനാടൻ സഹോദരങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികൾ ഈ ബോർഡുകൾ പൊതുനിരത്തിൽ ഇങ്ങനെ വെച്ചു പോകും. കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൻ്റെ നിയമം അനുസരിച്ച് പൊതുസ്ഥലങ്ങളിൽ ബോർഡ് വെക്കുന്നത് അത് ശിക്ഷാർഹമാണ്, നിയമവിരുദ്ധമാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ബോർഡ് വെച്ചാൽ അത് നശിപ്പിക്കുവാൻ, അത് എടുത്തു മാറ്റുവാൻ, അത് കീറിക്കളയുവാൻ അതിന് വേണ്ടപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ അത് ചെയ്തേ മതിയാവും. എന്നാൽ ഏതാണ്ട് 2-3 ദിവസം മുമ്പ് ഇവിടെ നവമാധ്യമങ്ങൾ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിൽ കൂടി വലിയ ഒരു പ്രചാരവേല സംഘടിപ്പിക്കുകയാണ് UDFൻ്റെ പ്രവർത്തകർ, അവരുടെ നേതാക്കൾ. അത് ഇത്രയും മനുഷ്യത്വപരമായി ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വളരെ പ്രിയങ്കൻ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പ്രിയപ്പെട്ടവനായ അഡ്വക്കേറ്റ് കെ രാജൻ, ആ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചിട്ടാണ് ചില UDFൻ്റെ നേതാക്കൾ ഇത്തരം പോസ്റ്റുകൾ നിർമ്മിച്ച് പുറത്തേക്ക് വിടുന്നത്. അഡ്വക്കേറ്റ് കെ രാജനും രാജന്റെ അനുഭാവികളും UDF സ്ഥാനാർത്ഥിയുടെ ബോർഡ് കീറിയെന്ന വളരെ നികൃഷ്ടമായ തരത്തിലുള്ള പ്രചാരവേല നടത്തുവാൻ ഒരു ഉളുപ്പുമില്ലാതെയാണ് ഈ UDFൻ്റെ നേതാക്കൾ ചെയ്തിട്ടുള്ളത്. അവർക്ക് സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ പൊതുനിരത്തിൽ വെച്ച ബോർഡ് കീറിയത് ആരെന്ന് അവർക്കൊന്ന് അന്വേഷിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം, ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചോളം, ഞങ്ങൾ അതിൽ യാതൊരുവിധ പ്രതികരണത്തിനും പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് അതിന് സമയമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും ഞങ്ങളുടെ മുന്നണി ഈ 10 വർഷമായി ചെയ്ത നേട്ടവും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യം അണക്ക് തന്നെ ആ ജനങ്ങൾ ഈ സ്ഥാനാർത്ഥി ഏറ്റെടുത്തത് വളരെ ആവേശകരമായി അതിനോടൊപ്പം ഞങ്ങളും നിന്ന് പ്രവർത്തിക്കുക എന്ന ദൗത്യമാണ് ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിൻ്റെ ഭാഗമായി സാധാരണ പോലീസ് വിളിക്കാറുള്ള യോഗം, ആ യോഗത്തിൽ ഇടതുപക്ഷ ജനാധിപത്യയുടെ നേതാക്കളും അണക്ക് തന്നെ NDAയുടെ നേതാക്കളും UDFൻ്റെ നേതാക്കളും പങ്കെടുത്ത യോഗത്തിൽ വളരെ കൃത്യമായും പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കാര്യം പറഞ്ഞു. അവർ പറഞ്ഞത്, പൊതുനിരത്തിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, ആ ബോർഡുകൾ കീറിക്കളഞ്ഞിട്ടുണ്ട്, എടുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇത് UDFൻ്റെ ബോർഡുകളാണ് അധികവും ഇങ്ങനെ കീറിയതും എടുത്തു മാറ്റിയതും. കാരണം അവരാണ് അത്തരത്തിൽ പൊതുസ്ഥലങ്ങളിൽ ബോർഡുകൾ വെച്ചിട്ടുള്ളത്. അത് ചില പരാതികൾ ലഭിക്കുകയും ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗം അത് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെങ്കിൽ അത് ഇത്തരത്തിലുള്ള രീതിയിലെ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരാണ് നശിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി ഈ യോഗത്തിൽ പറയുകയാണ്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി, കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി.
+2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വീണ്ടും വാർത്തയിലേക്ക്. എറണാകുളം കോതമംഗലത്ത് മാരക ലഹരി മരുന്നുമായ MDMA-യുമായി യുവതിയും യുവാവും എക്സൈസിന്റെ പിടിയിലായി. ഇടുക്കി സ്വദേശിനി റുസാന ഫാത്തിമ, കോതമംഗലം ഇരമല്ലൂർ സ്വദേശി അനന്തു പ്രസാദ് എന്നിവരെയാണ് 37 ഗ്രാം MDMA-യുമായി പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് എത്തിച്ച ലഹരി മരുന്ന് കോതമംഗലത്തെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാനായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. മോഷണ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷനിലെ 2016 മോഷണ കേസിൽ മുങ്ങി നടന്നിരുന്ന മതിലകം കൂളിമുട്ടം ഭജനമഠം ബീച്ചിൽ കൂരാംപുറത്ത് വീട്ടിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന യദുകൃഷ്ണൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിടികൂടുന്നതിനായി കോടതി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യദുകൃഷ്ണൻ മതിലകം വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി ഒരു മോഷണ കേസിലും 4 അടിപിടി കേസുമടക്കം 5 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രജീഷ് എസ്, സബ് ഇൻസ്പെക്ടർ അജയ് എസ് മേനോൻ, CPOമാരായ സബീഷ്, ബിനിൽ, മിഥുൻ, മുഹമ്മദ് സനിൽ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാഹോദര്യത്തിന്റെയും കരുതലിന്റെയും പങ്കുവെക്കലിന്റെയും സന്ദേശവുമായി ഇസ്ലാം മത വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ യുവമുഖം PN വൈശാഖിനെയാണ് കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. പിന്നാക്ക സമുദായ വിരുദ്ധമായ പ്രവർത്തിച്ച പിണറായി സർക്കാരിന്റെ ദുർബല നയത്തിനെതിരെയായി UDF വിധിയെഴുതുമെന്ന് സ്ഥാനാർത്ഥിയായ രാജൻ ജെ പല്ലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. വലക്കാവ് മണലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച മേൽക്കാവിൽ ദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.